ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കാം. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്തു ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. ദൈവത്തിന് സ്തോത്രം. നീ ശാപഗ്രസ്തനായി പോകണം. നീ അലഞ്ഞു തിരിയണം. കയീൻ ഒരു വർക്കറായിരുന്നു, വയലിൽ വേലക്കാരനായിരുന്നു. വയലിൽ വേല ചെയ്യുവാനുള്ള ശീലമുള്ളവനായിരുന്നു. ഒരു നല്ല ജോലിക്കാരനായിരുന്നു. നല്ല കൃഷിക്കാരനായിരുന്നു. ഒരു വർക്കറായിരുന്നു. കയീൻ വർഷിപ്പറായി, ആരാധകനായി മാറി. യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. നിത്യനായ ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നു വർഷിപ്പ് ചെയ്യാൻ. വർഷിപ്പറായി. വർക്കർ, വർഷിപ്പർ. ആ കയീൻ മർഡറായിപ്പോയി. മർഡറർ, ഘാതകനായിപ്പോയി. സ്വന്തം സഹോദരനെ കൊന്ന കൊലയാളിയായിപ്പോയി. മർഡറർ. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് വാണ്ടറായി മാറുകയാണ്. വാണ്ടറർ, അലഞ്ഞു തിരിയുന്നതിനായി തീരുകയാണ്. വാണ്ടറർ, അലഞ്ഞു തിരിയുന്നതിനായി തീർന്നു. നീ നിന്റെ അനുജനെ കൊന്ന് ഈ ഭൂമിയിൽ അനുജൻ്റെ രക്തം ചൊരിയിച്ചല്ലോ. ആ രക്തം നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. നീ ശാപഗ്രസ്തനായി പോകണം. നീ അലഞ്ഞു തിരിഞ്ഞു പോകണം. അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കണം. മനുഷ്യൻ വാണ്ടറായി മാറുകയാണ്. അലഞ്ഞു തിരിയുന്നതിനായി തീരുകയാണ്. ഇന്നത്തെ ലോകത്ത് മുഴുവൻ വാസ്തവത്തിൽ അലച്ചിലും ആവലാധിയും ദുരിതവും സങ്കടവും കഷ്ടപ്പാടുമല്ലേ? ഇന്ന് അലച്ചിലില്ലാത്ത മനുഷ്യൻ ആരാണ്? മനുഷ്യജീവിതത്തിൻ്റെ അലച്ചിൽ തുടങ്ങുന്നത് വാസ്തവത്തിൽ അന്ന് ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചത് അത് വസ്തുനിഷ്ഠമായി സമൂർത്തമായി നാം കാണുന്നു. അത് വ്യക്തിനിഷ്ഠമായി നാം കാണുന്നു. കയീൻ്റെ ജീവിതത്തിൽ അവനൊരു അലഞ്ഞു തിരിയുന്നതിനായി തീരുന്നു. വാണ്ടറായി മാറുന്നു. എക്കാലത്തുള്ള മനുഷ്യൻ്റെ ചിത്രമാണ് ഈ പറയുന്നത്. മനുഷ്യൻ അലഞ്ഞു തിരിയുന്നവനാണ്. ഒരിടത്തും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവൻ എന്നും ഉള്ളിൽ അലച്ചിലാണ്. എന്നും യാതനയാണ്. എന്നും വേദനയാണ്. ശരീരം പക്ഷേ അലഞ്ഞു തിരിയുന്നുണ്ടാവില്ല. ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഭർത്താവും ഭാര്യയും മക്കളും എല്ലാം ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നു. പക്ഷേ ആ വീട്ടിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അലച്ചിലല്ലേ? മക്കളെക്കുറിച്ചുള്ള ആവലാതിയല്ലേ? മക്കൾ വശം കെട്ടുപോകുന്നല്ലോ, നശിച്ചു പോകുന്നല്ലോ, വഴിതെറ്റിപ്പോകുന്നല്ലോ, അവരുടെ ജീവിതം അലഞ്ഞു തിരിഞ്ഞു പോകുന്നല്ലോ, അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നല്ലോ എന്നുള്ള വേദനയല്ലേ പല മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നൊമ്പരം തളം കെട്ടി നിൽക്കുന്നത്? അല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ നിന്ന് സ്വൈരമുണ്ടോ, സ്വസ്ഥതയുണ്ടോ, സന്തോഷമുണ്ടോ? മക്കൾ ചുമതലാബോധമില്ലാത്തവരായിത്തീരുന്നു. അവർ മദ്യത്തിൻ്റെ അടിമകളായിത്തീരുന്നു. അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിത്തീരുന്നു. അവർ കഞ്ചാവിൻ്റെ അടിമകളായിത്തീരുന്നു. അവർ പലതരം ലഹരി വസ്തുക്കൾ സ്വീകരിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് അവർ ഏതാണ് സുബോധം നശിച്ചവരെ പോലെ കിറുങ്ങി ജീവിക്കുന്നു. ഇതെല്ലാം ഒരു അപ്പനും അമ്മയ്ക്കും സഹിക്കാവുന്നതാണോ? വളരെ കഷ്ടപ്പെട്ട് അപ്പനും അമ്മയും കുടുംബം പുലർത്തി വരികയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നത്. ഏതാണ്ട് പഴയ ആളുകൾ പറയുന്നത് പോലെ വയറ് മുറുക്കി കൊടുത്ത് ജീവിച്ചു. പലപ്പോഴും പട്ടിണിയായിരുന്നു. കഷ്ടപ്പാടും ദുരിതവുമായി വലഞ്ഞ് കഷ്ടപ്പെട്ട് ഭൂമിയിൽ അധ്വാനിച്ച് ഒരു വിധത്തിൽ ജീവിച്ച് വരുന്നു. മക്കളെ നല്ല നിലയാക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് പഠിച്ചു ഉയരാൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പഠിച്ചു ഉയരണമെന്ന് ആഗ്രഹിച്ചു. എനിക്ക് അത്ര വരുത്തൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മക്കളുടെ കാലത്ത് ആഹാരത്തിനും പണത്തിനും വിഷമമില്ലാതെ ഇഷ്ടം പോലെ എടുക്കാൻ തക്കവണ്ണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. നല്ല ആഗ്രഹമല്ലേ അതെല്ലാം? എന്നാൽ മക്കൾ ഇതാ മുടിക്കുന്നു. മക്കളെല്ലാം കളഞ്ഞു കുളിക്കുന്നു. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ഈ മക്കൾ എല്ലാം ധൂളിയാക്കി കളയുന്നു, എല്ലാം നശിപ്പിച്ച് കളയുന്നു. അലച്ചിലാണ്. അലച്ചിൽ. ഒരു സ്വസ്ഥതയുമില്ല. മനസ്സിൽ സമാധാനമില്ല. മനസ്സിൽ സ്വൈര്യമില്ല. ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ,
നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ടോ? ഏതെല്ലാം തരത്തിലുള്ളതായ ആകുലങ്ങളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞതുപോലെ മക്കളെക്കുറിച്ചുള്ള ആവലാതിയില്ല എങ്കിൽ വേറെ ചില ആവലാതികൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പൈസയുടെ ഞെരുക്കം, കടം കൂടിക്കൂടി വരുന്നു, കടം തീർക്കാൻ മാർഗം കാണുന്നില്ല, ഉള്ളതെല്ലാം വിറ്റാലും കടം തീരുകയില്ല. ഇപ്പോൾ കടത്തിൻ്റെ മുതൽ പോകട്ടെ, പലിശ പോലും കൊടുക്കാനുള്ള മാർഗം കാണുന്നില്ല, മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ സാധിക്കുന്നില്ല. ഒരു മാനമര്യാദയായിട്ട് ജീവിച്ചു വന്നതായിരുന്നു, ഒരു ഇത് അഭിമാനബോധത്തോടെ ജീവിച്ചു വന്നതായിരുന്നു. ഇപ്പോൾ അഭിമാനവും പോയി, മാനമര്യാദയും പോയി, സൽപ്പേരും പോയി, കുടുംബമഹിമയും പോയി, എല്ലാം പോയി. മനുഷ്യരുടെ മുമ്പിൽ നിൽക്കാൻ കഴിവില്ല, ഒളിച്ചു മാറിപ്പോകേണ്ടി വരുന്നു. കടം വന്ന് പെരുകി, സമാധാനം നഷ്ടപ്പെട്ടു, അലച്ചിലാണ്, മനുഷ്യഹൃദയം അലച്ചിലാണ്. അലച്ചിലുള്ള ജീവിതം, അലച്ചിലുമുള്ള ജീവിതത്തിൽ ഇന്ന് ഉലഞ്ഞ് വിഷമിക്കുന്ന മനുഷ്യന് ആശ്വാസം എവിടെ കിട്ടും? എവിടെയാണ് ആശ്വാസം കിട്ടുന്നത്? ആശ്വാസം കിട്ടും അന്ന് യെരൂശലേം ദേവാലയത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അന്ന് സമൂഹത്തെ നോക്കി യേശു കണ്ടു, അവർ അധ്വാനിക്കുന്നവരാണ്, അവർ ഭാരം ചുമക്കുന്നവരാണ്. അവരുടെ മുതുകത്ത് ഒട്ടേറെ ചുമടുകളുണ്ട്, അവരുടെ ശിരസിലൊട്ടേറെ ചുമടുകളുണ്ട്, അവരുടെ ഹൃദയത്തിൽ അതിലേറെ ചുമടുകളുണ്ട്. ഹൃദയം നിറയെ ചുമടും പേറി നടക്കുന്ന കഷ്ടപ്പെടുന്ന മനുഷ്യൻ യേശു കണ്ടു. യേശുവിൻ്റെ മനസ്സലിഞ്ഞു. അരക്കാശിനും മുതലില്ലാത്തവനെന്നും തലചായ്പൻ ഇടവില്ലാത്തവനെന്നും സമൂഹം അധിക്ഷേപിച്ച കർത്താവായ യേശു കൊണ്ട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എല്ലാ വിധത്തിൽ അധ്വാനിക്കുന്നവരായിരുന്നു. മതത്തിൻ്റെ തീക്ഷ്ണമായ നിയമങ്ങളുടെ മുന്നിൽ അധ്വാനിച്ച് വലയുന്ന മനുഷ്യതയായിരുന്നു. മതത്തിൻ്റെ തീക്ഷ്ണമായ നിയമങ്ങൾ, ന്യായപ്രമാണ നിയമങ്ങൾ, അന്ത് യഹൂദൻ്റെ നിയമങ്ങൾ കർക്കശമായ നിയമങ്ങളാണ്. യഹൂദൻ്റെ നിയമപ്രകാരം അവൻ ചുങ്കം കൊടുക്കേണ്ടതാണ്, അവൻ കരം കൊടുക്കേണ്ടതാണ്. ആ കരമൊന്നും നാട്ടിലേക്കല്ല, അങ്ങ് വിദേശ സർക്കാരിനാണ് കൊടുക്കേണ്ടത്. വിദേശ സർക്കാർ സീസറുടെ ഭരണമാണ്. വിദേശ ഭരണം, സീസർ ചക്രവർത്തിയുടെ ഭരണം, അങ്ങ് റോമിലെ സീസർ ചക്രവർത്തിയുടെ ഭരണ രംഗത്തേക്ക് അവർ ചുമതലപ്പെട്ട് കൊടുക്കേണ്ടവരാണ്. അവർ ഈ ചുങ്കം കൊടുക്കേണ്ടതാണ്. അതിനെ ചുങ്കം പിരിക്കാൻ ചിലർ യഹൂദന്മാരിൽ തന്നെ ലൈസൻസ് എടുക്കും, ചുങ്കം പിരിക്കാനുള്ള ലൈസൻസ് എടുക്കും. ആ ലൈസൻസ് അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ പിരിക്കാം. സർക്കാരിലേക്ക് കൊടുക്കേണ്ടത്, റോമൻ സർക്കാരിലേക്ക് കൊടുക്കേണ്ടത് ഒരു നിശ്ചിത തുകയാണ്. ഇവർക്ക് മനുഷ്യരെ കുത്തിപ്പിഴിഞ്ഞ്, പാവപ്പെട്ടവനെ ഞെക്കിപ്പിഴിഞ്ഞ് അവന് ഇഷ്ടം പോലെ ചുങ്കം പിരിക്കാം. ഓരോന്നിനും ചുങ്കമാണ്, ഓരോ തലയ്ക്കും ചുങ്കമാണ്, ഓരോ അവയവങ്ങൾക്കും ചുങ്കമാണ്, ഓരോ വീടിനും ചുങ്കമാണ്, ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനും ചുങ്കമാണ്. എല്ലാറ്റിനും ചുങ്കമാണ്, എല്ലാറ്റിനും പിരിവാണ്, എല്ലാറ്റിനും ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കണം. ചുങ്കക്കാരെന്ന് പറയുന്നവർ അവർ കരിങ്കാരികളാണെന്ന് പറഞ്ഞിരുന്നു. സ്വന്തം നാട്ടിൽ യഹൂദനെ ഒറ്റിക്കൊടുക്കുന്ന കൂട്ടരാണെന്ന് യഹൂദൻ പറഞ്ഞിരുന്നു. യഹൂദന്മാർ തന്നെയാണ് ചുങ്കക്കാരതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. ചുങ്കക്കാരെല്ലാവർക്കും വെറുപ്പും പുച്ഛവുമായിരുന്നു. അതിനു പുറമെയാണ് യെരൂശലേം ദേവാലയത്തിൽ, അന്നത്തെ യഹൂദന്മാരുടെ ദേവാലയം യെരൂശലേം ദേവാലയം, ആ ദേവാലയത്തിൽ അന്ന് ആടുകളെ യാഗങ്ങൾ അർപ്പിക്കണമായിരുന്നു. ആടുകൾ ഊനമില്ലാത്ത ആടായിരിക്കണം. ഊനമില്ലാത്ത ആട് എന്ന് അത് സർട്ടിഫൈ ചെയ്യേണ്ടത് പുരോഹിതനാണ്. പുരോഹിതൻ സർട്ടിഫൈ ചെയ്താലേ അത് യാഗം കഴിച്ചാൽ യഹോവ പ്രസാദിക്കുകയുള്ളൂ എന്നാണ് ജനത്തെ ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പുരോഹിതൻ്റെ അടുക്കൽ ആടിനെയും കൊണ്ട് ചെല്ലും. പുരോഹിതൻ ആടിനെ നോക്കും. പുരോഹിതൻ പറയും, ഈ ആട് ഊനമുള്ളതാണ്, സർട്ടിഫിക്കറ്റ് തരാൻ നിർവാഹമില്ല. അതുകൊണ്ട് പാവപ്പെട്ട ഈ യഹൂദൻ വിഷമിച്ച് നിൽക്കും. ആടിനെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നതാണ്, യാഗം കഴിക്കണം. ആടിനെ വില കൊടുത്തുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്ന ആടിനെ യാഗം കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല. അവൻ വിഷമിച്ച് നിൽക്കുമ്പോൾ പുരോഹിതൻ പറയും, സാരമില്ല, അപ്പുറത്ത് ഈ പള്ളിപ്പറമ്പിൽ തന്നെ അവിടെ ഒരു വിൽപ്പനശാലയുണ്ട്, ആടുകളെ വിൽക്കുന്നുണ്ട്, ഊനമില്ലാത്ത ആടിനെ അവിടെ കിട്ടും. ഇവൻ അവിടെ ചെന്നു, ഈ ആടിനെ അവിടെ കൊടുക്കുന്നു. ഇതിന് ഒരു 500 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, 500 രൂപ. എന്നിട്ട് അവിടെ നിന്ന് അവൻ വാങ്ങും, ഒരാടിനെ വാങ്ങും, 2000 രൂപയ്ക്ക് ആടിനെ വാങ്ങും. ഈ 500 രൂപ കിട്ടിയ ആടിനെ അവിടെ കച്ചവടക്കാരൻ്റെ കയ്യിൽ കൊടുക്കും, 2000 രൂപയ്ക്ക് ആടിനെ വാങ്ങിക്കൊണ്ടുവരും. അതിനെ യാഗം കഴിക്കും. അവിടെ കച്ചവട സ്ഥലത്ത് മേടിച്ച് ആടായതുകൊണ്ട് പുരോഹിതനെ സർട്ടിഫൈ ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്താണ് ഉണ്ടായത്? ഈ 500 രൂപയ്ക്ക് വാങ്ങിയ ആടിനെ
അടുത്ത ആൾ വരുമ്പോൾ ഈ ഊനമുള്ളതെന്ന് പുരോഹിതൻ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവൻ കൊണ്ടുപോയി കൊടുത്ത ആടിനെയാണ് അടുത്ത ആൾ വരുമ്പോൾ അവിടെ കച്ചവടക്കാരൻ 2000 രൂപയ്ക്ക് കൊടുക്കുന്നത് ഊനമില്ലാത്തതെന്ന് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടും. കാരണം കച്ചവടക്കാരൻ കൊടുക്കുമ്പോൾ അതിന് പുരോഹിതൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലാകും, പുരോഹിതന് അതിലൊരു പങ്ക് കിട്ടും. ഇങ്ങനെ പാവപ്പെട്ട യഹൂദൻ ഞെളിപിരിക്കൊള്ളുകയായിരുന്നു. പാവപ്പെട്ട യഹൂദൻ അധ്വാനിച്ച് വലയുകയായിരുന്നു. പാവപ്പെട്ട യഹൂദൻ വിഷമിക്കുകയായിരുന്നു. കർത്താവ് ഇത് കണ്ടു. പ്രിയപ്പെട്ടവരെ, അത് മാത്രമോ, ജനങ്ങൾ വലയുന്നു, അവർ കഷ്ടപ്പാടനുഭവിക്കുന്നു, അവർക്ക് സ്വന്തമായ രാഷ്ട്രീയ സ്വാതന്ത്ര്യമില്ല, സ്വന്തമായ ഒരു സ്വാതന്ത്ര്യമായി ജീവിക്കാൻ മാർഗമില്ല, എല്ലാ വിധത്തിലും ഞെരുക്കമാണ്, എല്ലാ വിധത്തിലും വലയുകയാണ്, ഭാരം ചുമന്ന് കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിരുന്നു. കർത്താവ് ഇങ്ങനെ വലയുന്ന മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് വിളിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ വാക്ക് ഈ അലയുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകി. അതുകൊണ്ടാണ് പാവപ്പെട്ടവർ യേശുവിൻ്റെ അരികിലേക്ക് വന്നത്. വലയുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകിയ യേശുവിൻ്റെ അരികിലേക്ക് അനേകർ ഓടി വരികയുണ്ടായി. പാവപ്പെട്ടവർ, അഗതികൾ, അനാഥർ, ഭക്ഷണത്തിന് മാർഗമില്ലാത്തവർ, രോഗികൾ, അവശർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ ഓരോരുത്തരായി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുവിൻ്റെ പിറകെ നടന്നു. മാന്യന്മാരാരും വന്നില്ല, പള്ളിപ്രമാണിമാരും വന്നില്ല. അവരെ നോക്കി യേശുവിൻ്റെ കൂടെ പാവപ്പെട്ടവരിങ്ങനെ എണ്ണം കൂടുന്നത് കണ്ടപ്പോൾ അവർക്ക് അസൂയയായി. അവർ യേശുവിനെ ഹിംസിക്കണമെന്ന് തീരുമാനിച്ചു, യേശുവിനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. യേശുവിൻ്റെ പിന്നാലെ ആളുകൾ വരുന്നു, അവർക്ക് അനുഭവങ്ങൾ കിട്ടുന്നു, അവരുടെ സ്വഭാവം മാറുന്നു, അവരുടെ കാട്ടാള ഹൃദയം മാറുന്നു, അവരുടെ കൊള്ളരുതായ്മകൾ മാറുന്നു, അവരുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നു, അവരുടെ രോഗികൾക്ക് സൗഖ്യം കിട്ടുന്നു. അത് ഈ പള്ളിയിലുള്ള അന്നത്തെ യെരൂശലേം ദേവാലയത്തിലുള്ള മതമേലാളന്മാർക്ക് അവർക്ക് സഹിച്ചില്ല. അവർ യേശുവിനെതിരായി ഭീഷണി ഉയർത്തി. യേശുവിനെതിരാൻ കല്ലെടുത്തു. യേശു അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. യേശുവിനെ വധിക്കാൻ തീരുമാനിച്ചു, യേശുവിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചു, രാജ്യദ്രോഹം ചുമത്തി. ഇല്ലാത്തത് യേശുവിനെക്കുറിച്ച് പറഞ്ഞു, ഇല്ലാത്തതാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞത്. അവരെ പറഞ്ഞു, ഈ യേശു ദേവാലയം പൊളിക്കാൻ ആളുകളെ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ പണിത യെരൂശലേം ദേവാലയം പൊളിക്കാൻ യേശു ജനത്തെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു. യേശു ദേവാലയം പൊളിക്കാൻ പറഞ്ഞില്ല. യേശു പറഞ്ഞൊരു വാക്ക് അവരെടുത്ത് ഒന്ന് വളച്ചൊടിച്ച് പറഞ്ഞതാണ്. നിങ്ങൾ ഈ ആലയം പൊളിപ്പീൻ, ഞാൻ ഇതിനെ 3 ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞതാണ്, ഈ ആലയം പൊളിപ്പീൻ 3 ദിവസം കൊണ്ട് പണിയുമെന്ന്. എന്താണ് പറഞ്ഞത്? തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ എന്നെ കൊന്നാലും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞത്. അവർക്കത് മനസ്സിലായില്ല. അവർ വിചാരിച്ചു യേശു ഈ ദേവാലയം പൊളിക്കാൻ പറഞ്ഞുവെന്ന്. യേശുവിൻ്റെ അടുക്കൽ അവരെ ചോദിച്ചു, സീസർ ചക്രവർത്തിക്ക് കരം കൊടുക്കാമോ? അത് ശരിയാണോ? അന്യ ദേശത്തെ ചക്രവർത്തിക്ക് കരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർക്ക് പിടികിട്ടിയില്ല. അവർക്ക് യേശുവിനെ പിടിക്കാനുള്ള പോയിന്റ് കിട്ടിയില്ല. പക്ഷേ അവർ ചെന്ന് യേശുവിനെതിരായി കള്ളസാക്ഷ്യം പറഞ്ഞു. ഇവൻ കൈസർക്ക് കരം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഇല്ലാത്തത് പറഞ്ഞ് ജനത്തെ വഴിതെറ്റിച്ചു. പാവപ്പെട്ട ജനം ഇവർ പറഞ്ഞതും കേട്ടു. അതുകൊണ്ട് ജനം ആകെ ആർത്തു വിളിച്ചു, തൂക്കുക എന്ന് വിളിച്ചു. ജനം വിശ്വസിച്ചു പോയി. ഈ കൂട്ടർ പറയുന്നത് മേലാളന്മാരല്ലേ, അവർ പറയുന്നത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ജനം തൂക്കുക എന്ന് അട്ടഹസിച്ചു. പാവം യേശു ഉണ്ടല്ലോ, എല്ലാം കേട്ടു, എല്ലാം കണ്ടു. യേശു ആരോടും പരിഭവിച്ചില്ല, ആരോടും പരാതി ഉണ്ടായിരുന്നില്ല. യേശു എല്ലാം ഏറ്റുവാങ്ങി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി ജനത്തെ കണ്ട് യേശു മനസ്സലിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശു പറഞ്ഞ വാക്കുകളുടെ പൊരുൾ അന്ന് പലർക്കും മനസ്സിലായില്ല. യേശു പറഞ്ഞത് അതിൻ്റെ ആശയത്തിൻ്റെ അഗാധതയിലേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ യേശു ചെയ്തത് അവർക്ക് അനുഭവമായി. അവരുടെ രോഗികൾക്ക് സൗഖ്യമായി, അവരുടെ വേദനയ്ക്ക് പൊറുതിയായി, അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയായി, അവരുടെ സ്വഭാവം മാറി, വഴക്കാളികൾ നല്ല സ്നേഹമുള്ളവരായി തീർന്നു, കുടുംബത്തിൽ ഐശ്വര്യമായി. അതവർക്ക് അനുഭവമായി. പറഞ്ഞ വാക്കുകളുടെ ഒന്നും പൊരുൾ മുഴുവൻ മനസ്സിലായില്ലെങ്കിലും അനുഭവം കിട്ടി. അതുകൊണ്ട് അവർ യേശുവിൻ്റെ പിന്നാലെ തടിച്ചുകൂടി. കർത്താവിന് സ്തോത്രം. അലയുന്ന ജനം. സ്നേഹിതരെ, ഇതല്ലേ ഇന്നും കാണുന്നത്? അലയുന്ന ജനം, വലയുന്ന ജനം. സമൂഹത്തിൽ നിന്ന് അലച്ചിൽ നേടുന്നു, ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അലച്ചിൽ നേടുന്നു, സഭകളിൽ നിന്നും സമുദായങ്ങളിൽ നിന്ന് അലച്ചിൽ നേടുന്നു. ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ജനം ഉലയുകയാണ്, ജനം വലഞ്ഞ് ഉഴലുകയാണ്, ജനം ഒഴുകി അലയുകയാണ്, ജനം വാടി തളരുകയാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? ജനം വലയുന്നു. ഈ ജനത്തിന് ഒരു ആശ്വാസം ആര് കൊടുക്കും?
2000 വർഷം മുൻപ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞ കർത്താവായ യേശുവിനെ നിങ്ങൾ വിളിക്കുമോ? യേശു വന്ന് ജനത്തിന് ആശ്വാസം കൊടുക്കും. ഒരു കൂട്ടായ്മ ജനത്തിന് ആശ്വാസം കൊടുക്കുകയില്ല. ഈ പറയുന്ന മനുഷ്യനും ജനത്തിന് ആശ്വാസം കൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും ആശ്വാസം ആവശ്യമുള്ള മനുഷ്യനാണ്. എന്നാൽ ആശ്വാസം തരുന്ന ഒരു വ്യക്തിയുണ്ട്. അവൻ ചരിത്ര പുരുഷനാണ്. ഹല്ലേലൂയ. അവൻ യുഗപുരുഷനാണ്. ഹല്ലേലൂയ. അവൻ ചരിത്രത്തിൻ്റെ നടുനായിക മണിയാണ്. ഹല്ലേലൂയ. അവൻ ചരിത്രത്തിൻ്റെ നെറുകയിൽ കാൽ ചവിട്ടി നിൽക്കുന്ന സ്വർഗീയ രാജാധി രാജാവാണ്. ഹല്ലേലൂയ. ചരിത്രത്തിൻ്റെ അതിർഭിത്തികൾക്ക് അവനെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. സമയത്തിൻ്റെ അതിർവരമ്പുകൾക്ക് അവനെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങൾക്ക് ആശ്വാസം തരാൻ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അലച്ചിൽ മാറ്റാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം തരാൻ വന്നിരിക്കുകയാണ്. അവനത്രേ ആശ്വാസദായകൻ, അവനത്രേ സമാധാന പ്രഭു. അവൻ പോകുന്നതിന് മുൻപ്, കുരിശിലേക്ക് പോകുന്നതിന് മുൻപ് അവൻ നിന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. കർത്താവിന് സ്തോത്രം. ആ പ്രസംഗം തുടങ്ങുമ്പോൾ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്നാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം ട്രബിൾഡ് ആകണ്ട എന്ന്. അത് യോഹന്നാന് ശേഷം 14, 15, 16 3 അധ്യായങ്ങളിലാണ് യേശുവിൻ്റെ ഒടുവിലത്തെ പ്രസംഗം. യേശുവിൻ്റെ ശിഷ്യന്മാർ 11 പേരെയും കൂട്ടിയിരുത്തിക്കൊണ്ട് അവരോട് ചെയ്യുന്ന പ്രസംഗമാണ്. അത് തുടങ്ങുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എന്തൊരാശ്വാസം. ദൈവത്തിന് സ്തോത്രം. കലങ്ങാനും ഭ്രമിക്കാനും സാധ്യതയുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് കർത്താവ് കണ്ടു. വലിയ പ്രതിസന്ധികൾ വരാൻ പോകുന്നു, വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നു, വലിയ എതിർപ്പുകൾ വരാൻ പോകുന്നു. നാഥൻ ക്രൂശിക്കപ്പെടാൻ പോകുന്നു, യേശുവിനെ വിസ്തരിക്കാൻ പോകുന്നു. ഇതാ ചേവകർ വന്ന് യേശുവിനെ പിടികൂടാൻ പോകുന്നു. എല്ലാം മുൻ കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്, ബി നോട്ട് യുവർ ഹാർട്ട് ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കർത്താവ് പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ നിന്റെ കലക്കൽ മാറുകയുള്ളൂ, നിന്റെ അലച്ചിൽ മാറുകയുള്ളൂ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. തുടർന്ന് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാനങ്ങ് പോകുകയാണ്. എന്നെ ക്രൂശിക്കും, ഞാനങ്ങ് പോകും, പക്ഷേ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഐ ഷാൽ നോട്ട് ലീവ് ദി കംഫർട്ട്ലെസ്. ഞാൻ നിങ്ങളെ അസന്തുഷ്ടരായി വിടുകയില്ല എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ. ഞാൻ നിങ്ങളെ അസന്തുഷ്ടരായി വിടുകയില്ല, സന്തോഷമില്ലാത്തവരായി വിടുകയില്ല. ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരുമെന്ന്. ഐ ഷാൽ നോട്ട് ലീവ് ദി കംഫർട്ട്ലെസ്. ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരും. കർത്താവിന് സ്തോത്രം. ഒടുവിൽ ആ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ 16 അധ്യായം 33 വാക്യത്തിൽ പറയുന്നു. നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്. കർത്താവ് പറഞ്ഞില്ല നിങ്ങൾ കഷ്ടമില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് ദുരിതം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് യാതനകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ജയാളിയായ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നാഥനായി സ്വീകരിക്കുമോ? യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷകനായി കൈക്കൊള്ളുമോ? കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ യേശുവിനെ വിളിക്കുമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. യേശുവിനെ നിങ്ങൾ ക്ഷണിക്കുമോ? യേശുവിനെ നിങ്ങൾ എതിരേൽക്കുമോ? യേശുവിനെ നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്തോഷത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുമോ? യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. അവിടെ വന്ന് സിംഹാസനസ്ഥനായി വാഴട്ടെ. അവൻ നിങ്ങളുടെ അവയവങ്ങളെ നിയന്ത്രിക്കട്ടെ, നിങ്ങളുടെ ചേതനയെ നിയന്ത്രിക്കട്ടെ, നിങ്ങളുടെ ബുദ്ധിയെ നിയന്ത്രിക്കട്ടെ, നിങ്ങളുടെ ചിന്താഗതികളെ നിയന്ത്രിക്കട്ടെ, നിങ്ങളുടെ മനോഭാവത്തെ നിയന്ത്രിക്കട്ടെ, നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളെ നിയന്ത്രിക്കട്ടെ. അവൻ നിങ്ങൾക്ക് പുതിയ ഉന്മേഷം തരട്ടെ, പുതിയ ശക്തി തരട്ടെ, പുതിയ ബലം തരട്ടെ, പുതിയ കൃപ തരട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുകയാണ്. അവൻ്റെ തിരുരക്തം നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട്, തിരുരക്തം അവരുടെ കരം നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട്, ആ തിരുരക്തത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയല്ലേ? അവൻ നിങ്ങളോട് സംസാരിക്കുകയല്ലേ? അവൻ നിങ്ങളുടെ അരികത്ത് വന്നുകൊണ്ട് കെഞ്ചുകയല്ലേ? ഹൃദയവാതിക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുകയല്ലേ? മകനെ, നിന്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക, ഞാൻ അകത്ത് വരാം, ഞാൻ
നിന്നെ അനുഗ്രഹിക്കാം, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം, ഒരുമിച്ച് അത്താഴം കഴിക്കാം എന്നാണ് പറയുന്നത്. മകളെ, ഞാൻ ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. യേശു പറയുന്നു. യേശുവിനോട് വിരുന്ന് കഴിക്കുന്ന അനുഭവം. അത്താഴം കഴിഞ്ഞാൽ ഈ അതിഥി പോവുകയില്ല, അതിഥി വിരുന്നുകാരനായി പോവുകയില്ല, വീട്ടുകാരനായി അവിടെ വസിക്കും. ദൈവത്തിന് സ്തോത്രം. വിരുന്നുകാരൻ വീട്ടുകാരനായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആതിഥേയനായി മാറും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കൈക്കൊള്ളാമെങ്കിൽ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. അലച്ചിൽ മാറും. വാണ്ടറായി പോകണ്ട മകനെ, നീ വാണ്ടറാകണ്ട. മകളെ, നീ അലഞ്ഞു തിരിയുന്നവളാകണ്ട. നീ മനസ്സ് പതറിയിരിക്കേണ്ട, മനസ്സ് ഉലഞ്ഞിരിക്കേണ്ട, ആകുലഭാരത്തോടെ വലയേണ്ട, ഹൃദയഭാരത്തോടെ നീ വിഷമിക്കേണ്ട, നീ കണ്ണീരോടെ കഴിയണ്ട. നിനക്ക് ആശ്വാസം തരാൻ രക്ഷകനുണ്ട്. മകനെ, നിന്റെ ഹൃദയത്തിൻ്റെ പരിഭ്രാന്തി അകറ്റാൻ യേശു ക്രിസ്തു ഉണ്ട്. യൗവനക്കാരാ, നിന്റെ ജീവിതത്തിന് വ്യക്തമായ ദർശനം തരാൻ യേശു ഉണ്ട്. വ്യക്തമായ ദിശയിൽ കൂടെ, ശരിയായ ദിശയിലൂടെ നിന്നെ നയിക്കാനൊരു നേതാവുണ്ട്. യേശു ഉണ്ട്. യേശുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ്. അവൻ നിങ്ങളെ തൊടുവാനും തലോടുവാനും നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാനും നിങ്ങളുടെ ഹൃദയഭാരങ്ങൾ അകറ്റുവാനും അവൻ നിങ്ങളുടെ അരികത്ത് വന്നുകൊണ്ട് കെഞ്ചുകയാണ്. അവനായി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോൾ തുറക്കുമോ? അവനോട് നിങ്ങൾ പറയുമോ, കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, അതിനെന്താണ് കർത്താവേ പരിഹാരം? ദൈവത്തിന് സ്തോത്രം. എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ കർത്താവേ, അനേകം പാപങ്ങൾ, പ്രവൃത്തിയിൽ പാപങ്ങൾ വന്നുപോയി, ചിന്തയിൽ പാപങ്ങൾ വന്നുപോയി, വാക്കിൽ പാപങ്ങൾ വന്നുപോയി. എൻ്റെ കർത്താവേ, അരുതാത്തതെല്ലാം സംഭവിച്ചു പോയി, ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്തതും സംഭവിച്ചു പോയി. കർത്താവേ, ഇതിന് പരിഹാരമുണ്ടോ? കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ പറയും, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇപ്പോൾ നിങ്ങളെ കഴുകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട്, മേലിൽ പാപം തൊടുകയിലും തീരുമാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നിങ്ങൾക്ക് വന്നാൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരും. അവൻ നിങ്ങൾക്ക് പുറത്തു തരും. അവൻ നിങ്ങൾക്ക് പാപമോചനം തരും. പ്രിയപ്പെട്ടവരെ, അവൻ നിങ്ങളുടെ കടങ്ങളെല്ലാം എടുത്ത് ആ കടച്ചീട്ട് അവൻ കീറിത്തരും. കർത്താവിന് സ്തോത്രം. കടച്ചീട്ടെല്ലാം കീറിത്തരും. ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. നിക്ലാസ് ദ സെക്കൻഡ് എന്ന് പറയുന്ന ചക്രവർത്തി റഷ്യയിൽ ഭരിക്കുന്ന കാലത്താണ്. നിക്ലാസ് ദ സെക്കൻഡ് അദ്ദേഹം ഭരിക്കുന്ന കാലത്ത്, സാർ ചക്രവർത്തിയുടെ കാലമാണ്. നിക്ലാസ് ദ സെക്കൻഡ് എന്ന് പറയുന്ന ചക്രവർത്തി ഭരിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ട്രഷറിയുടെ സെക്രട്ടറിയായ മനുഷ്യൻ, ഉയർന്ന ഉദ്യോഗസ്ഥനായ മനുഷ്യൻ, വളരെ സമർത്ഥനായ ഒരു യുവാവാണ്. അദ്ദേഹം ഒരു ദിവസം ഈ ചക്രവർത്തി രാത്രി ജനത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കാൻ ഇറങ്ങി നടക്കുകയായിരുന്നു. തൻ്റെ ട്രഷറി സെക്രട്ടറിയുടെ വീട്ടിൽ അവിടെ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്നു. ചക്രവർത്തി വളരെ മന്ദം അർദ്ധരാത്രി ആ വീടിൻ്റെ പിറകിൽ കൂടെ ചെന്നു. അവിടെ ജനലയിൽ നോക്കി ഈ മനുഷ്യൻ തലയ്ക്ക് കൈയും കൊടുത്ത് വിഷാദ വിവശനായിരിക്കുന്നത് കണ്ടു. ഈ ട്രഷറി സെക്രട്ടറി അദ്ദേഹം വിഷമിച്ചിരിക്കുന്നു. തൊട്ടടുത്ത് ഒരു റിവോൾവറുണ്ട്, ഒരു കൈത്തോക്കുണ്ട്. അത് അടുക്കിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കൈത്തോക്കെടുക്കും, എന്നിട്ട് വീണ്ടും കടക്ക് പുസ്തകത്തിലേക്ക് നോക്കും, വീണ്ടും കൈത്തോക്കെടുക്കും, പിന്നെയും വയ്ക്കും. ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് എന്തുകൊണ്ടോ അദ്ദേഹം കൈത്തോക്ക് അവിടെ വെച്ചു. അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റു. അടുത്ത ഒരു ഗാർഡനുണ്ട്, ഗാർഡനിലേക്ക് ഇറങ്ങി. ചക്രവർത്തി തന്ത്രപൂർവ്വം അകത്ത് കടന്നു. ചക്രവർത്തി നോക്കി, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഈ വലിയ കടം ആര് കൊടുത്തു തീർക്കും? ഈ വലിയ കടം ആരെ കൊടുത്തു തീർക്കും? ഉടനെ ചക്രവർത്തി താഴെ എഴുതി, നിക്ലാസ് സെക്കൻഡ് മുഴുവൻ എമൗണ്ടും കൊടുത്തു തീർക്കുമെന്ന്. നിക്ലാസ് സെക്കൻഡ് വിൽ ഗീവ് ദ ഫുൾ എമൗണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി? ഈ യൗവനക്കാരൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. ചക്രവർത്തി അപ്പോഴേക്കും പിറകിൽ മാറിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹം വന്നു, ഈ കൈത്തോക്ക് എടുക്കാനായിട്ട് എടുത്തു. അദ്ദേഹം എടുക്കാൻ അത് കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇത് പെട്ടു. നിക്ലാസ് സെക്കൻഡ് വിൽ ഗീവ് ദ ഫുൾ എമൗണ്ട്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കൈത്തോക്ക് താഴെ വെച്ചു. അദ്ദേഹം അത്ഭുതത്തോടെ, ആരാണ് എഴുതിയത്? ചക്രവർത്തിയുടെ കൈയക്ഷരമാണ്, ചക്രവർത്തിയുടെ കയ്യൊപ്പാണ്. തല ഉയർത്തി നോക്കി. ചക്രവർത്തി കടന്നു ചെന്നു. ചക്രവർത്തി ചോദിച്ചു, മോനെ, എന്താണ് പ്രശ്നം? ഈ കടമെല്ലാം ഞാൻ തീർത്തോളാം, എല്ലാം ഞാൻ തീർത്തോളാം. നീ വിഷമിക്കേണ്ട, നീ മരിക്കേണ്ട, നീ ആത്മഹത്യ ചെയ്യേണ്ട, നിനക്ക് സമാധാനം തരാം. നീ ഇതിനു വേണ്ടി നീ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ കൊടുത്തു തീർത്തോളാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. നിങ്ങളോട് ഞാൻ എളിമയോടെ പറയട്ടെ, എല്ലാം കൊടുത്തു തീർക്കാൻ ഒരു രാജാധിരാജാവുണ്ട്.
നിക്ലാസ് സെക്കൻഡ് അല്ല, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കടം മുഴുവൻ തീർക്കും, നിങ്ങളുടെ ഭാരം മുഴുവൻ തീർക്കും. ആരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട, ആരും നിരാശപ്പെടേണ്ട, ആരും യാതന അനുഭവിക്കേണ്ട, ആരും കഷ്ടപ്പെടേണ്ട, ആരും അലയേണ്ട, ആരും വാണ്ടറാകേണ്ട. യേശു നിങ്ങളുടെ കടം തീർക്കും, യേശു നിങ്ങളുടെ പാപം തീർക്കും, യേശു നിങ്ങൾക്ക് സ്വസ്ഥത തരും, യേശു നിങ്ങൾക്ക് സമാധാനം തരും, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ്റെ പാദത്തിലേക്ക് വരുവീൻ, യേശുവിൻ്റെ പാദത്തിൽ നിങ്ങൾ മുട്ടുമടക്കി കൊണ്ട് യേശുവിനോട് പറയുവീൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി, എൻ്റെ യേശുവേ ഇന്നു മുതൽ നാഥ ഞാൻ പുതിയ മനുഷ്യൻ. കർത്താവേ ഞാൻ നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു. യേശുവേ ഞാൻ നിന്നെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തെ കൈക്കൊള്ളുന്നു. എന്നെ നാഥ നീ തൊടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട നിന്റെ പ്രിയ മക്കൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ജനത്തെ അവിടെ നിന്ന് കണ്ണുനീരോടെ എഴുന്നേൽപ്പിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും കൃപയിൽ പൊതിയണമേ. എൻ്റെ നാഥ നിന്റെ രണ്ടാമത്തെ ഒരുവിനടി ഈ മക്കളെല്ലാം ഒരുക്കണമേ. രാജാധിരാജനായ യേശുവേ, അവിടുത്തെ രക്തത്തിൻ്റെ അത്ഭുത ശക്തി അനുഭവിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അലച്ചിൽ മാറ്റണമേ, ദുഃഖങ്ങളും ബാധകളും വേദനകളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.